ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ വായിക്കും. ഇതാ, ഞങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു ക്രിസ്തുവാണ്, രക്ഷകനാണ്. ഈ രക്ഷകൻ്റെ തിരുപ്പിറവയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുന്ന ഒരനുഭവത്തിലേക്ക് നടന്നു കയറുന്നതും ദൈവ അനുഗ്രഹത്തിൻ്റെ ബലം വെച്ചുകൊണ്ട് തന്നെയാണ്. ക്രിസ്തു ജനിച്ചതിൻ്റെ ഏക അടയാളം പുൽത്തൊട്ടിയാണ്, പിള്ളക്കച്ചയാണ്, കാലിത്തൊഴുത്താണ്. പ്രതീകം കാലിത്തൊഴുത്ത് സൂചിപ്പിക്കുന്നത് ലാളിത്യമാണ്. നമുക്ക് വേണ്ടി ജനിച്ച ക്രിസ്തുവിൻ്റെ ലാളിത്യം അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് കഴിയുന്നത് ആരവങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ, ഉത്സവങ്ങളില്ലാതെ, കൊട്ടിഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങളില്ലാതെ ഈ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ, ഒരുങ്ങുമ്പോൾ ഓർക്കുക, കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു മേഖലയാണ് ലാളിത്യത്തിൻ്റെ മേഖല. കുടുംബജീവിതത്തിൽ ലാളിത്യമില്ല, കുടുംബത്തിൽ ലാളിത്യത്തിൻ്റെ നന്മകളില്ല, വ്യക്തിജീവിതത്തിൽ ലാളിത്യമില്ല. നമ്മൾ വലിയ മണിമാളികകളും കൊട്ടാരങ്ങളും കെട്ടിപ്പൊക്കുകയാണല്ലോ. വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും ഭാവനയിലുമൊക്കെ ലാളിത്യം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് നമുക്കുണ്ടായ ഉയർച്ചകളിലും വിജയങ്ങളിലും പരാജയങ്ങളിലും ഓർക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ലാളിത്യമാണ്. ക്രിസ്തു ലാളിത്യത്തിൻ്റെ സൂചനയായിരുന്നു. സ്വരചേർച്ചകളില്ല, വൈരാഗ്യങ്ങളില്ല, വഴക്കുകളില്ല, പരസ്പരമുള്ള കലഹങ്ങളില്ല. അതിനപ്പുറം ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട്. ഈ കൊറോണയുടെ സമയം നമ്മെ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിനപ്പുറം പ്രിയമുള്ളവരെ, ലാളിത്യത്തിൻ്റെ പ്രതീകമായ ക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറന്നത് നമ്മൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ലാളിത്യമുണ്ടോ? എൻ്റെ മനസ്സിൽ ലാളിത്യമുണ്ടോ? എൻ്റെ ജീവിതത്തിലും എൻ്റെ നടത്തത്തിലും ലാളിത്യമുണ്ടാകേണ്ടതല്ലേ? ദൈവം ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ലാളിത്യമല്ലേ അവൻ്റെ ജീവിതത്തിൻ്റെ ഏക പൊരുളും? അവൻ്റെ ജീവിതത്തിൻ്റെ സൈൻ ബോർഡ് അതുതന്നെയായിരുന്നു ലാളിത്യം. നമുക്കും ലാളിത്യത്തിൻ്റെ പുൽക്കൂടുകളായി നമുക്ക് മാറാം. നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ലാളിത്യം തിരിച്ചു പിടിക്കാം. ഈ 2020 വിട പറയുമ്പോൾ 2020 പുതിയൊരു ചിത്രത്തിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ ഓർക്കുക, നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിലെ ലാളിത്യം, വ്യക്തിജീവിതത്തിലെ ലാളിത്യം തിരിച്ചു പിടിക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ട്, നന്മയുണ്ട്, സ്വാർത്ഥതയില്ല. അവിടെയെല്ലാം വിശുദ്ധിയും ഐക്യവുമുണ്ട്, ഐശ്വര്യമുണ്ട്. അതിനാൽ ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ലാളിത്യം നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ, വ്യക്തിജീവിതങ്ങളെ ഭരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.